ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വലിയ നോമ്പിന്റെ വിശുദ്ധമായ ദിനങ്ങളിലൂടെ നാം എല്ലാവരും യാത്ര ചെയ്യുന്ന ദിനങ്ങളാണല്ലോ. മനോഹരമായ ഒരു കഥയുണ്ട്. കടല് പുഴയോട് ചോദിക്കുകയാണ്, അല്ലയോ പുഴേ, നീ നിന്റെ തെളിനീര് കൊണ്ട് എന്തിനാണ് എന്നിലേക്ക് ഒഴുകുന്നത്? പുഴ ആദ്യമൊന്നും മറുപടി പറഞ്ഞില്ല. കടല് പിന്നീടും ചോദിക്കുക, അല്ലയോ പുഴേ, നീ നിന്റെ തെളിനീര് കൊണ്ട് എന്തിനാണ് ഈ അഴുക്ക് നിറഞ്ഞ ഈ കടലിലേക്ക് ഒഴുകുന്നത്? പുഴ മറുപടി പറഞ്ഞു, എന്നാണോ നീ എന്നെ പോലെ ആയിത്തീരുന്നത്, എന്നാണോ നീ എന്നെ പോലെ തെളിനീരായി മാറുന്നത്, അന്ന് വരെ ഞാൻ നിന്നിലേക്ക് ഒഴുകും എന്ന്. പ്രിയമുള്ളവരെ, നോമ്പ് ഒരു തെളിനീരായി ഒഴുകുവാനുള്ള ദിനങ്ങളാണ് ക്രൈസ്തവനെ സംബന്ധിച്ച്. യേശുദമ്പുരാൻ ശിഷ്യന്മാരെ അയക്കുമ്പോ, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായും ഈ ലോകത്തിന്റെ തിന്മകളിലേക്ക്, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിലേക്ക് ഒരു തെളിനീര് പോലെ ഒഴുകി ആ മാലിന്യങ്ങളെ എല്ലാം കഴുകിക്കളഞ്ഞ് ഈ ലോകത്തെ ശുദ്ധീകരിപ്പാനുള്ള ഒരു വലിയ നിയോഗമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് ഈ വലിയ നോമ്പിന്റെ യാത്ര ഏറ്റവും അനുഗ്രഹപ്രദമാക്കാം. 51 സങ്കീർത്തനം 10 വാക്യം, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നമുക്കിതൊരു പ്രാർത്ഥനയാകണം, ദൈവം മുമ്പാകെ ശുദ്ധിയോടെ ആയിരിക്കാൻ. വെള്ളിയാഴ്ച നമസ്കാരത്തിലെ പാട്ടുപോലെ രാജാവ് വസിക്കുന്ന ഈ ആലയം അതെപ്പോഴും ശുദ്ധമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയായിരിക്കണം ഈ നോമ്പിൽ നമുക്കുണ്ടാകേണ്ടത്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.